ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ ഇന്ന് റോന്ത് എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ട്. അതായത് ഷാഹി കബീർ എന്ന ഒരാളെ എഴുതി ഡയറക്ട് ചെയ്തൊരു പടം. അപ്പൊ പുള്ളിയുടെ മുമ്പിൽ എനിക്ക് പുള്ളിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ ഇപ്പൊ തന്നെ തിയേറ്ററിൽ പോയപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ പുള്ളിയുടെ മുമ്പിലത്തെ പടം എന്ന് പറഞ്ഞാൽ ഈ നായാട്ട്, ഇലവീഴ ഇലവീഴ പുഞ്ചിറ, പിന്നെ ജോസഫ്, അങ്ങനത്തെ കുറെ കഥകൾ എഴുതിക്കണ പുള്ളിയാണ്. പടം എന്ന് പറഞ്ഞാൽ ഗംഭീര ഒരു പടം എന്ന് പറയാം. കാരണം അതിന്റെ എഴുത്ത്, ആ പടത്തിന്റെ കഥ പോണത്, അതായത് ശരിക്കും ഒരു റിയൽ ലൈഫ് സ്റ്റോറി, ഒരു റിയൽ ലൈഫ് പോലീസ് സ്റ്റോറി ആയിട്ടാ പോണത്. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ട് പോലീസുകാർ തമ്മിൽ നൈറ്റ് പട്രോളിങ്ങും കാര്യങ്ങളും, പിന്നെ അവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് പടത്തിന് മെയിൻ ആയിട്ടും പറയുന്നത്. പടം അതാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഒരു തരി ലാഗ് പോലും ഫീൽ ചെയ്തില്ല. കാരണം പോലീസുകാരുടെ കാര്യമൊക്കെ നമുക്ക് അറിയാലോ. അതായത് ചില കാര്യങ്ങള് നല്ലതുണ്ടാവും, ചില കാര്യങ്ങൾ മോശം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കുമ്പോ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒട്ടും മടുപ്പൊന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ടത്, പടത്തില് അഭിനയിച്ചിരിക്കുന്നത് റോഷൻ, പിന്നെ ദിലീഷ് പോത്തൻ. ഇവർ രണ്ടുപേരാണ് മെയിൻ ക്യാരക്ടറായിട്ട് വന്നത്. അവരുടെ രണ്ടുപേരെയും തമ്മില്, അതായത് രണ്ടുപേരും പോലീസുകാരായിട്ടുള്ള ഒരു മറ്റേ സീൻസ് ഒക്കെ നല്ല കിഡിലായിട്ട് വന്നിട്ടുണ്ട്. അതായത് നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ പോകുമ്പോ ഉണ്ടാവുന്ന സംഭവം. അതായത് റോഷൻ എന്ന് പറഞ്ഞാൽ ഇതിലൊരു എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു പോലീസുകാരെ, ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് കൂടിയ ഒരു പോലീസുകാരെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു എന്താ പറയുക, ഒരു പോലീസ് സ്റ്റേഷനിൽ ശരിക്കും നടക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോ അത് ശരിക്കും നമുക്ക് ഫീലാവും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആ കാര്യം. ആ എന്താ ഈ സീനിയോറിറ്റി അങ്ങനെ ജൂനിയർ ആ സംഭവമില്ലേ, അത് കൃത്യമായിട്ട് നമുക്ക് ആ ക്ലൈമാക്സ് വരെ കാണുമ്പോ അതിന്റെ ഇതൊക്കെ മനസ്സിലാവും. കാര്യം പറഞ്ഞാൽ ഇതില് വലിയ ട്വിസ്റ്റോ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മെയിൻ ആയിട്ട് അതാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞ പോലെ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഒരു തരം ലാഘവൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ പടത്തില് രാജേഷ് മാധവ് അങ്ങനെ കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പേര് ഞാൻ ഇത് പറയല്ല, കാരണം കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും അഭിനയിച്ചവരൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. സംഭവം ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ ദിലീഷ് പോത്തന്റെ ഒക്കെ ചില സമയത്ത് ഈ തഗ് എന്ന് പറയില്ലേ, അതായത് കൗണ്ടർ അടിക്കില്ലേ, ആ സംഭവമൊക്കെ രസമായിട്ടുണ്ട്. അതായത് ഓരോരോ സംഭവം അമളി പറ്റുമ്പോ ദിലീഷ് പോത്തനൊക്കെ ഇരുന്ന് പറയുന്നത് അത് നല്ല രസമായിട്ട്, നല്ല രസമുണ്ട് അതൊക്കെ കേൾക്കുമ്പോ തന്നെ. മൊത്തത്തില് പടം എനിക്കൊരു ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാനുള്ളൂ. പക്ഷെ പടം എന്തായാലും ബോറടിക്കില്ല, അത് ഉറപ്പാണ് കാര്യം. പിന്നെ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ക്യാമറ വർക്ക് അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കിടുപടം, അങ്ങനെ വേണം പറയാം, ഒറ്റ വാക്കി പറയാം. പിന്നെ ഈ ദിലീഷ് പോത്തിനും ഇപ്പൊ റോഷനൊക്കെ ആയിട്ട് പുള്ളിയുടെ ഫാമിലി ഒക്കെ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഈ പടത്തില് ശരിക്കും എടുത്ത് പറയണ്ട. അതൊക്കെ കാണുമ്പോൾ തന്നെ ഇതിലൊരു കൊച്ചുണ്ട്, അതായത് ദിലീഷ് പോത്തനുണ്ടല്ല, റോഷന്റെ ഒരു കൊച്ചായിട്ട് അഭിനയിച്ച കൊച്ചൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ കൊച്ചിന്ന് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അഭിനയിച്ച എല്ലാവരും കിടലായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പടമാണ് റോഡ് എന്ന് പറഞ്ഞ പടം. പടത്തിന്റെ പേരത് എനിക്ക് ശരിക്കും അറിയില്ല. അത് ഒന്ന് രണ്ടുപേര് പറഞ്ഞ ഈ പോലീസായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് റോന്ത് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് പറഞ്ഞൂടാ. എന്തായാലും പടം എന്തായാലും തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പടമുണ്ട്. എന്തായാലും കണ്ടു നോക്ക്. ശരി.